ആലപ്പുഴ ജില്ലയിൽ CPIMൻ്റെ കാലിടറുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം നിയോജക മണ്ഡലത്തിലെ MLA അഡ്വക്കേറ്റ് U പ്രതിഭയാണ്. അവർക്കിനി അടുത്ത തവണ CPIM സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ UDF പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ വലിയൊരു ചർച്ചാ വിഷയമായി വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. G. സുധാകരൻ ഇടതുപക്ഷവുമായി പിണക്കത്തിലാണ്. അവിടെ G. സുധാകരനെ ആരും വില കൽപ്പിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ R. നാസറിനും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുടിചൂടാ മന്നന്മാരായി ഇപ്പോൾ നിൽക്കുന്നത് H. സലാമും AM ആരിഫും ഒക്കെയാണ്. ഇവരാരും G. സുധാകരനെ പോലെയുള്ള നേതാക്കളെ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആലപ്പുഴയിൽ നിരവധി തവണ MLA ആയിട്ടുള്ള 2 തവണ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനെ CPIM മറ്റൊരു ജില്ലയിലേക്ക് നാട് കടത്തുന്ന പോലെയാണ് പത്തനംതിട്ടയെ കൊണ്ടുവന്ന് നിർത്തിയതുപോലും. വാസ്തവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ആൻ്റണിക്കെതിരെ അവിടെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്നതിന് പകരം ഈ പറയുന്ന ഐസക്കിനെ ആലപ്പുഴയിലായിരുന്നു KC വേണുഗോപാലിനെതിരെ മത്സരിപ്പിച്ചതെങ്കിൽ ഒരുപക്ഷെ ഒരു ടൈറ്റ് മത്സരം നടക്കുമായിരുന്നോ? എന്താണ് ഈ ഐസക്കിനോടും G. സുധാകരനോടും CPIMൻ്റെ ഈ ആലപ്പുഴ നേതാക്കൾക്ക് ഇത്രയധികം വിദ്വേഷം, അല്ലെങ്കിൽ ഈ ദേഷ്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരോട് എന്താണ് ഒരു വെറുപ്പ് എന്ന് പല ആളുകളും പല രീതിയിലും ചോദിക്കുന്നുണ്ട്. പ്രതിഭയോടുമുണ്ട്, പല നേതാക്കളോടുമുണ്ട്. ശരിക്കും VS എന്താണോ വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയത് അത് തന്നെയാണ് G. സുധാകരനും ഐസക്കിനും ഒക്കെ ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും VS നമുക്കറിയാം, ആരാരിക്കുളത്ത് ആരാണ് തോൽപ്പിച്ചതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. 1996 മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ്റെ പരാജയം അത് ആരുടെ വഴിവെക്കലിന് കാരണമായി. EK നായനാർ വീണ്ടും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ്, മാരാരിക്കുളത്ത് VS വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം VS തന്നെയെന്ന് ഉറപ്പിച്ച തിരഞ്ഞെടുപ്പ്. പിന്നെയും VS 10 കൊല്ലത്തോളം കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ. ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല നിങ്ങൾക്കാർക്കും എന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലം അത്രയും മാധ്യമങ്ങളോട് പറഞ്ഞത് വെറുതെയല്ല. മാതൃഭൂമിയിലെ ഒരു ഗോപാലകൃഷ്ണനോട് തനിക്ക് എന്തറിയാം, ഒരു പേനയെടുത്ത് 2 അക്ഷരം എഴുതിയാൽ അങ്ങനെ വിറണ്ടു പോകുന്നതൊന്നും അല്ല ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും വലിയ ആ ഒരു അഹംഭാവത്തിൻ്റെ ആൾരൂപമായി പിണറായി നിൽക്കുന്നു. അത് അന്നും അതെ ഇന്നും അതെ, അതിനകത്തൊരു മങ്ങലൊന്നും ഏറ്റിട്ടില്ല. മൂന്നാമതും ഭരണമുണ്ടാകും, പലയിടത്തും തുടരും എന്ന രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭരണം തുടരും. നമുക്കറിയാമല്ലോ, ഈ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് 2016 VSൻ്റെയും പിണറായി വിജയൻ്റെയും കോടിയേരിയുടെയും പോസ്റ്ററുകൾ വെച്ചുകൊണ്ട് കേരളമെമ്പാടും പ്രചരണം നടത്തിയാണ് LDF അധികാരത്തിൽ വന്നത്. അന്ന് VSനെയാണ് ഉപയോഗിച്ചത്. പിണറായിക്ക് അറിയാം, ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായിക്ക് അത്ര എളുപ്പത്തിൽ എത്താൻ കഴിയില്ല. അപ്പോൾ ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിലൊരു പദപ്രയോഗമുണ്ടല്ലോ, ആ ഒരു സമ്പ്രദായമേ നടക്കുകയുള്ളൂ. VS ആയിരിക്കും 92ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് തന്നെ കൊടുക്കുമായിരിക്കുമെന്ന് വെറുതെയെങ്കിലും ചിന്തിച്ച കുറേ അധികം ആളുകളെ പമ്പര വെട്ടിയാക്കിക്കൊണ്ട് പിണറായി മുഖ്യമന്ത്രിയായി. ഇവിടെ CPIMലെ ശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ ആ ആദർശം ഫോളോ ചെയ്യുന്ന പലരെയും പാർട്ടി പ്രായത്തിൻ്റെ പേരും പറഞ്ഞ് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. തട്ടിക്കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കുകയാണ്. യു ഗെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ, കടക്ക് പുറത്ത്. ബാക്കിയുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് പിണറായിക്ക് പിന്നെ അദ്ദേഹത്തിന് 90 ആയാലും 100 ആയാലും പ്രായത്തിന് അദ്ദേഹത്തിന് ഇളവ് കാണും. അതിന് എത്ര കാലം ആയിരുന്നാലും അദ്ദേഹത്തിന് ഇളവ് കാണും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ ആക്കുക. ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയതയുണ്ട്. അവിടുത്തെ 9 സീറ്റുകളിൽ കുറഞ്ഞത് 6 ഇടത്തെങ്കിലും
ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടുകളുടെ പാറ്റേൺ നോക്കിയാൽ അറിയാം. ആലപ്പുഴ ജില്ലയിൽ CPIMൻ്റെ കേഡർ വോട്ടുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഐ ഓപ്പണറാണ്. അതിൻ്റെ ഒരു തനി ആവർത്തനം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് ഉറപ്പാണ്.